ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ തേർഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഓൾസോ വി കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് ഒരു നോൺ വൊളറ്റൈൽ സോളിഡും സോൾവെന്റ് ഒരു വൊളറ്റൈൽ ലിക്വിഡും ആയിരിക്കും. നെക്സ്റ്റ്, you know what is freezing point of a substance? It is the temperature at which its solid and liquid phases have the same vapor pressure. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആവുന്ന ടെമ്പറേച്ചറാണ് ആ സബ്സ്റ്റൻസിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ്. ആൻഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ഓഫ് ദ സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ്. ഫോർ എക്സാമ്പിൾ, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അതായത് വാട്ടറിൻ്റെ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആവുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി വാട്ടറിലേക്ക് ഷുഗർ, സാൾട്ട് എന്നിങ്ങനെയുള്ള നോൺ വൊളറ്റൈൽ സൊല്യൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിൽ എന്ത് വേരിയേഷൻ വരുന്നു എന്ന് നോക്കാം. And the variation in freezing point of a volatile solvent by the addition of a non-volatile solute can be easily explained with the help of a graph. ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചറും വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വേപ്പർ പ്രഷറുമാണ്. ഈ ഒരു ടെമ്പറേച്ചറിൽ പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിന് ഒരു പെർട്ടിക്കുലർ വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ആ വേപ്പർ പ്രഷറിനെ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിലുണ്ടാകുന്ന ഡിക്രീസിനെ ഈ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റ് ഓൺ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആയി വരും. ആ ഒരു പോയിൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ബി എന്നുള്ള പോയിൻറ്റിൽ ആ പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റ് കംപ്ലീറ്റ് ആയി സോളിഡ് ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യും. സോളിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷർ ലിക്വിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അതിന് കാരണം സോളിഡ് ഫേസിൽ ലിക്വിഡ് ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ വേപ്പേഴ്സിൻ്റെ എമൗണ്ട് കുറവാണ്. So, after this point, the vapor pressure of the pure solvent will decrease like this. Okay, and this line represents the variation of vapor pressure of the frozen solvent with a decrease in temperature. Next, ഈ ഒരു സോൾവെൻറ്റിലേക്ക് ഒരു നോൺ വൊളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. സോ ഈ ഒരു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷറിനെ ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു നോൺ വൊളറ്റൈൽ സൊല്യൂട്ട് പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെ ഈ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബി എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് TF0. ഓക്കെ, ആൻഡ് ദിസ് ലൈൻ ടച്ചസ് ദ ലൈൻ ഓഫ് ദി ഫ്രോസൺ സോൾവെൻറ്റ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഡി. സോ ഡി എന്നുള്ള പോയിന്റിൽ സൊല്യൂഷൻ്റെ ലിക്വിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും സോളിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും സെയിം ആവും. സോ ഡി എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ TF. So from the graph it is clear that the freezing point of the pure liquid solvent is greater than that of the solution. So on the addition of a non-volatile solute to a volatile solvent, the freezing point of the volatile solvent will decrease. And the decrease in freezing point or depression in freezing point is represented by delta TF. And the depression in freezing point is given as delta TF is equal to TF0 minus TF. Okay, thus
delta TF is directly proportional to delta P, but according to Rolle's law, delta P, that is lowering of vapor pressure, is directly proportional to XB, where XB is the mole fraction of the solute B. Then how can we write delta TF, that is depression in freezing point? Delta TF is directly proportional to XB, or delta TF is equal to K into XB, where K is a proportionality constant. But we know that XB is equal to NB divided by NA plus NB, where NA and NB are the number of moles of the solvent A and solute B. Then delta TF is equal to K into NB divided by NA plus NB, or delta TF is equal to K into WB by MB divided by WA by MA plus WB by MB, where WA and WB are the masses of solvent A and solute B in gram, and MA and MB are the molar masses of solvent A and solute B. For a dilute solution, the amount of solute is very less. അതായത് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്പർ ഓഫ് മോൾസും കുറവായിരിക്കും. Thus, for dilute solutions, WB by MB is very much less than WA by MA. So, we can neglect the term WB by MB in the denominator of this equation as compared to WA by MA. Therefore, delta TF is equal to K into WB by MB divided by WA by MA. On rearranging this equation, we will get delta TF is equal to K into NB divided by WA into MA. If WA is the mass of the solvent in kilogram, then NB by WA is equal to M, where M is the molality of the solution. Then we can write delta TF is equal to K into MA into M. Here K and MA are constants, and hence their product KMA is replaced by another constant KF, where KF is called freezing point depression constant or molar depression constant or cryoscopic constant. Then delta TF is equal to KF into M. Thus, elevation in boiling point depends upon relative number of moles of solute and solvent, but does not depend upon nature of the solute. So, it is a colligative property. We have the equation delta TF is equal to KF into M. When M is equal to 1, then delta TF is equal to KF. Then, how can we define molar depression constant? It is the depression in freezing point when 1 mole of the non-volatile solute is dissolved per kilogram or 1000 gram of the solvent. The unit of KF is Kelvin kilogram per mole. Next, depression in freezing point use ചെയ്ത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. We have the equation delta TF is equal to KF into M. But we know that molality of a solution is equal to number of moles of solute divided by mass of solvent in kilogram. Here NB is the number of moles of solute B and WA is the mass of the solvent in gram. സോൾവെൻറ്റിൻ്റെ മാസിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് വി ഗെറ്റ് WA by 1000. Okay? And we know that NB is equal to WB by MB. So, the molality M is equal to WB by MB divided by WA by 1000. On rearranging this equation, we get M is equal to WB by WA into 1000 by MB. On substituting the expression for M in equation 1, we get delta TF is equal to KF into WB by WA into 1000 by MB. Then how can we write the expression for MB?
MB is equal to KF into WB into 1000 divided by WA into delta TF. Thus, using this equation, we can calculate the molar mass of the solute. ഈ രീതിയിൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ക്രയോസ്കോപ്പിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് മോളാർ മാസ് ഓഫ് എ സൊല്യൂട്ട് ബൈ സ്റ്റഡിയിങ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് കോൾഡ് ക്രയോസ്കോപ്പിക് മെത്തേഡ്. KF is related to molar enthalpy of fusion of the solvent as KF is equal to MA into RTF square divided by delta H fusion into 1000. Okay, in this equation, MA is the molar mass of solvent, R is universal gas constant, TF is freezing point of the pure solvent, and delta H fusion is the enthalpy of fusion of the solid solvent. അതായത് സോളിഡ് സോൾവെൻറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചാണ് ഡെൽറ്റ എച്ച് ഫ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് സം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്. ആൻഡ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഇൻ ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻസ്. സാധാരണയായി വെഹിക്കിൾസിൻ്റെ റേഡിയേറ്റേഴ്സിൽ കൂളിംഗ് ലിക്വിഡായിട്ട് വാട്ടറാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ? എന്നാൽ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വെഹിക്കിൾസിൽ കൂളിംഗ് ലിക്വിഡായി വാട്ടർ യൂസ് ചെയ്താൽ അത് ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലെ വെഹിക്കിൾസിൻ്റെ റേഡിയേറ്റേഴ്സിൽ കൂളിംഗ് ലിക്വിഡായി യൂസ് ചെയ്യുന്നത് വാട്ടറിൻ്റെയും എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഈ മിക്സ്ചറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആൻഡ് ദ ഫ്രീസിംഗ് പോയിൻറ്റ് ക്യാൻ ബി ലോവർ ടു ദ ഡിസയേർഡ് എക്സ്റ്റെൻറ്റ് ബൈ ചേഞ്ചിങ് ദ കോൺസെൻട്രേഷൻ. അതായത് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെയും വാട്ടറിൻ്റെയും പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഫ്രീസിംഗ് പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. The next application is clearing of ice from roads in the hills. Salts such as sodium chloride or calcium chloride are scattered on icy roads at higher altitudes. അങ്ങനെ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് ഡിക്രീസ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് -21 ഡിഗ്രി സെൽഷ്യസും കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ -55 ഡിഗ്രി സെൽഷ്യസും ആവും. സോ 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഐസായി മാറുകയില്ല. അങ്ങനെ വാട്ടറിനെ ഈസിയായി റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ these are the important points related to the depression of freezing point. I hope you understood the concept. Okay, thank you.